പരിധി നിശ്ചയിക്കപ്പെട്ട ആരാധനകളുണ്ട്. അത് ആ രൂപത്തിൽ തന്നെ പറ്റുള്ളൂ. നിസ്കാരം ഒരാൾക്ക് സുബഹി 4 റക്അത്ത് നിസ്കരിക്കാൻ പറ്റില്ല, അതിനൊരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ 5 വഖത്തുള്ളത് 6 വഖത്താക്കാനോ അല്ലെങ്കിൽ അത് 3 വഖത്തിലേക്ക് ചുരുക്കാനോ പറ്റില്ല. അങ്ങനെ പരിധി നിശ്ചയിക്കപ്പെട്ട ഇബാദത്തുകളുണ്ട്. അതേ സമയത്ത് വ്യക്തമായ പരിധികൾ നിശ്ചയിക്കപ്പെടാത്ത എത്രയോ ഇബാദത്തുകളുണ്ട്. അതിൽപ്പെട്ടതാണ് മഹബ്ബത്ത്. മഹബ്ബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലുള്ള മഹബ്ബത്തിനെ പ്രകടിപ്പിക്കാൻ ഒരാൾ പുതിയ ഒരു മാർഗം സ്വീകരിച്ചു. അത് ശറഇന്റെ ഒരു ഉസൂലിനോടും എതിരാകാത്ത കാലത്തോളം അത് ചെയ്യാൻ പറ്റുമെന്നാണ് ഉസൂല്. നിങ്ങൾ എവിടുന്ന ഉസൂല് പഠിച്ചത്? മുമ്പ് ഇദ്ദേഹം സാന്ദർഭികമായി പറയാണ്, മുമ്പ് ഇതുപോലെ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്ത വീഡിയോക്ക് മറുപടിയുമായിട്ട് അദ്ദേഹം വന്നു. അന്ന് അദ്ദേഹം ഒരു ഉസൂലിന്റെ ഇബാറത്തൊക്കെ വായിച്ചു. ആ ഉസൂൽ എന്താണെന്ന് കൃത്യമായിട്ടാണ് പൊളിച്ചു കൊടുത്തപ്പോൾ അതോടെ അദ്ദേഹത്തിന്റെ ആ ഉസൂലിന്റെ പൂതി അങ്ങോട്ട് മാറി. ഇനി ഈ ഉസൂല് ഇദ്ദേഹത്തിന് എതിരാണ്. ഏറ്റവും ചുരുങ്ങിയത് താൻ കൊണ്ടുവന്ന ഒരു ദഅവ, ആ ദഅവക്ക് ഒരു ദലീലിനെ സമർപ്പിക്കുമ്പോൾ ഇതിനക്ക് അനുകൂലമാണോ ഇത് പ്രതികൂലമാണോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ത്രാണിയെങ്കിലും ഉണ്ടാവണ്ടേ? അതിനുള്ള വൈജ്ഞാനികമായ ഒരു കഴിവെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ അവരുടെ കിതാബുകളെ നിർദ്ധാരണം ചെയ്യാൻ ശ്രമിക്കാൻ? അല്ലേ? സുന്നത്തൻ ഹസനത്തൻ ഉസൂലിനോട് യോജിച്ച പുതിയതായത് കൊണ്ടുവരാം എന്നാണ് പറഞ്ഞത്. ഇപ്പൊ നേരത്തെ പറഞ്ഞതിനെതിരായി ഏത് ഇസ്ലാമിൽ നേരത്തെ ഉള്ള ഒരു സുന്നത്തിനെ ഹയാത്താക്കലാണ് എന്ന് പറഞ്ഞതിനെതിരായില്ലേ? പുതിയതായത് കൊണ്ടുവരാം, അത് ഉസൂലിന്റെ ഖവാഇദുകളോട്, അത് ദീനിന്റെ അടിസ്ഥാന നിയമങ്ങളോട്, ഉസൂലിയായ നിയമങ്ങളോട് യോജിക്കണം. ഇങ്ങനെ തന്നെയാണ് ഇമാമുമാർ ഇതിനെ വിശദീകരിച്ചിട്ടുള്ളത്. ഈ ആയത്ത്, ഈ ഹദീസിനെ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസിനെ ശറഹ് മുസ്ലിമിൽ മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത് കാണാം. ഫീഹി, ഈ ഹദീസിലുണ്ട് അൽ ഹസ്സു അലൽ ഇബ്തിദാഇ ബിൽ ഖൈറാത്ത്, പുതിയ കാര്യങ്ങളെ തുടക്കം കുറിക്കാം എന്ന് ഈ ഹദീസിന്റെ വ്യാഖ്യാനമാണ്. സുന്നൽ ഹസനാത്ത്, പുതിയ ചര്യകളെ കൊണ്ടുവരാം എന്നതും ഈ ഹദീസിന്റെ താല്പര്യമാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്. മാത്രമല്ല 2 വരി കഴിഞ്ഞാൽ വീണ്ടും വായിക്കുന്നത് കാണാം. ഹാദൽ ഹദീസ്, ഈ ഹദീസ് തഖ്സീസു ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വ കുല്ലു ബിദ്അത്തിൻ ളലാലഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസുണ്ട്, എല്ലാ ബിദ്അത്തുകളും പിഴച്ചതാണ്, പിഴച്ചതൊക്കെ നരകത്തിലാണ് എന്ന് പറയുന്ന. കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ, പുതുതായി കൊണ്ടുവന്നതൊക്കെ ബിദ്അത്തുകളാണ്, ബിദ്അത്തുകളൊക്കെ പിഴച്ചതാണ് എന്ന് പറയുന്ന ഒരു ഹദീസുണ്ട്. ആ പൊതുവായ ഹദീസിന്റെ വാക്യത്തിൽ നിന്ന്, ആശയത്തിൽ നിന്നുള്ള തഖ്സീസാണ്, പ്രത്യേകമാക്കലാണ് ഇത്. അഥവാ കുല്ലു ബിദ്അത്തിൻ ളലാല എന്ന് പറഞ്ഞതിന്റെ താല്പര്യം വ അന്നൽ മുറാദ ബിഹി ബാത്തിലായ പുതിയ കാര്യങ്ങൾ, അഥവാ ശറഇനോട് വിയോജിക്കുന്ന, ശറഇനോട് യോജിക്കാത്ത കാര്യങ്ങൾ, വൽ ബിദ്അഉൽ മദ്മൂമതു, മോശമായ ബിദ്അത്തുകളെ കുറിച്ചാണ് പറയുന്നത്. അത് ദലാലത്താണ് എന്ന്. അതേ സമയത്ത് നല്ല ബിദ്അത്തുകളെ കൊണ്ടുവരാം എന്നാണ് ഈ ഹദീസ് കൊണ്ട് മനസ്സിലാവുന്നത്. അജ്വന്റെ മൗലവി ഏറ്റവും ചുരുങ്ങിയത് ഞാൻ ഈ വായിക്കുന്ന ഇബാറത്ത് ഇതിനൊക്കെ അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു മിനിമം ക്വാളിറ്റി, മിനിമം അതെങ്കിലും ഉണ്ടാവണ്ടേ? പച്ച നുണ പറയാം, ഒരു ലജ്ജയുമില്ലാതെ. ഞാൻ ആലോചിക്കണം, എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെ ഇത്ര കോൺഫിഡൻസോടുകൂടെ കളവ് പറയാൻ പറ്റുന്നത്? ശറഇന്റെ ഉസൂലിനോട് യോജിക്കുന്നതാകുമ്പോഴാണ് അത് നല്ല കർമ്മമായി തീരുന്നത്, നല്ല ചര്യയായി തീരുന്നത്.